Call the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഡിസംബറിലെ മഞ്ഞണിഞ്ഞ രാത്രിയിൽ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ ഈശോ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിച്ചു. ലോകത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി എന്ന മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും അവൻ തന്റെ സ്വാർത്ഥ ചിന്തകളുടെയും അധികാരഭ്രമത്തിന്റെയും അത്യാർത്തിയുടെയും അടിമയാവുകയാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവർ ഒരു രാത്രി തങ്ങൾക്കൊന്നിലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന കുറിപ്പോടെ ജീവിതം അവസാനിപ്പിക്കുമ്പോഴും നാം ഓർക്കണം, അതിരുവിട്ട ഈ ലോകത്തിന്റെ പരുക്കും പാച്ചിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിരാശയുടെയും കുറ്റബോധത്തിന്റെയും അടിമത്തത്തിലേക്കാണ്. എവിടെയാണ് യേശു നൽകുന്ന വിമോചനത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്? യേശുവിനെ രക്ഷകനും നാഥനുമായി നാം ഏറ്റുപറയുമ്പോൾ സർവ്വ ഭൂലോകങ്ങളുടെയും അധിപനായ അവൻ നമ്മെ പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. യേശു നൽകുന്ന വിമോചനം നമ്മെ ദൈവപുത്ര സ്ഥാനത്തിലേക്ക് അർഹരാക്കുന്നു. സ്വർഗീയ സമാധാനം നമ്മളുടെ ഉള്ളുകളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഈശോയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച് യേശു നൽകുന്ന വിമോചനം നമുക്ക് സ്വന്തമാക്കാം.